അഖിലം Present, sir. അമിത് കെ Present, sir. അമിത് പറഞ്ഞു. ഓക്കെ. അനിരുദ്ധ് Present, sir. കാർത്തിക് മുഹമ്മദ് ലാദിൻ മുഹമ്മദ് ഷഹസാദ് Present, sir. മുത്താസിം പി കെ ഇല്ല. മുഹമ്മദ് അസഫ് Present, sir. മുഹമ്മദ് ഫർദീൻ Present. മുഹമ്മദ് ഫത്തേ Present. മുഹമ്മദ് കമാ Present, sir. മുഹമ്മദ് സിയാൻ എവിടെയാടാ സിയാൻ? എവിടെയാടാ? അവന്റെ അറ്റൻഡൻസ് ഒന്നും ഇല്ല കേട്ടാ. നിഷാഖ് വന്നില്ല. Present, sir. നിവേദ് കുമാർ പ്രത്യുഷ് Present, sir. രാഹുൽ രാജീവ് Present, sir. സരുൺ രാജീവ് Present, sir. സൗരാഗ് Present. സൗരവ് ശ്രീജിത്ത് രാഹുൽ രാജുവിന്റെ ഇട്ടു. സൗരവ് ശ്രീജിത്ത് ഇല്ല. ശ്രീരാഗ് വിജയൻ Present, sir. വിഷ്ണു എ പി Present, sir. വിഷ്ണു എൻ Present, sir. ധർമ്മേഷ് Present, sir. മുഹമ്മദ് സിയാൻ. Present, sir. സിയാനെ കൃത്യസമയത്ത് പറഞ്ഞ നിനക്ക് ഒരുപാട് അറ്റൻഡൻസ് കുറവാണ്. എന്റെ സബ്ജക്ട് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും 25% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ചെയ്താൻ വേണ്ടി പറ്റും. അറിയില്ലേ? Yes, sir. No. നിവേദ് കുമാർ ഉണ്ടാ? മുത്താസിം മുഹമ്മദ് ലാദിൻ. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മളപ്പോ ഡിസ്കസ് ചെയ്യുന്നുണ്ടായത് റീക്രിസ്റ്റലൈസേഷൻ ആയിരുന്നു. അപ്പോൾ അതിന്റെ നെക്സ്റ്റ് പ്രോസസ്സാണ് ഗ്രെയിൻ ഗ്രോത്ത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജസ് എന്തെല്ലാമായിരുന്നു? നമ്മൾ ഈ അനേലിംഗ് അല്ല കോൾഡ് വർക്കിന് ശേഷം നമ്മൾ അനേലിംഗ് ചെയ്യുമ്പോഴുള്ള ഡിഫറെന്റ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് റീകവറി. അവിടെ നമ്മൾ എന്താണ് ഇന്റേണൽ മെക്കാനിക്കൽ സ്ട്രെസ്സസ് റെഡ്യൂസ് ചെയ്യും. അല്ലെ, കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവാണ്. മെക്കാനിക്കൽ സ്ട്രെസ്സസ്, ഇന്റേണൽ മെക്കാനിക്കൽ സ്ട്രെസ്സസ് റെഡ്യൂസ് ചെയ്യും റീകവറിയിൽ. സോ അതെല്ലാം റീകവർ ആവും. നെക്സ്റ്റ് ഫേസ് റീക്രിസ്റ്റലൈസേഷൻ ആണ്. അവിടെ എന്താണ് ഈ സ്ട്രെയിൻഡ് ക്രിസ്റ്റൽസിനെ സ്ട്രെയിൻ ഫ്രീ ക്രിസ്റ്റൽസ് ആക്കി മാറ്റും. അപ്പൊ അവിടെ എന്താണ് ഇതില് ക്രിസ്റ്റൽസിന്റെ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കുറയും. ഓക്കെ, അപ്പൊ റീക്രിസ്റ്റലൈസേഷൻ കൊണ്ട് ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായിരുന്നു? സ്ട്രെയിൻ എനർജി വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡിസ്ലൊക്കേഷൻ. എന്താണ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറും നമ്മൾ നോക്കിയതാണ്. ഓക്കെ, റീക്രിസ്റ്റലൈസേഷനിൽ എന്താണ് വൈബ്രേഷൻ എനർജി കൂടും. നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ആറ്റംസിന്റെ ഇൻഡിവിജ്വൽ ആറ്റംസിന്റെ വൈബ്രേഷൻ എനർജി കൂടും. അത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും. ന്യൂ അൺസ്ട്രെയിൻഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ നടക്കും. അതായത് ന്യൂക്ലിയർ ഫോർമേഷൻ നടക്കും. ന്യൂക്ലിയർ വിൽ ഗ്രോ ആൻഡ് ഫൈനലി ഒരു ഈക്വൽ ആക്സിയൽ ഗ്രെയിൻസ് ഫോർമേഷൻ അവിടെ നടക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പുതിയ ക്രിസ്റ്റൽ കിട്ടും. പുതിയ സ്ട്രെയിൻ ഫ്രീ ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടും. അപ്പൊ അതിനെയാണ് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 1 hour കഴിയുമ്പോൾ 50% മെറ്റീരിയൽ റീക്രിസ്റ്റലൈസേഷൻ അല്ല റീക്രിസ്റ്റലൈസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് പറയും? റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. So usually our cold working process are conducted below this recrystallization temperature and hot mechanical working are conducted above this recrystallization temperature. അതിന്റെ അടുത്ത ഫേസ് വരുന്നതാണ്. അടുത്ത ഫേസ് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം നോക്കാനുള്ളത് അതിൽ what are the different factors affecting recrystallization. ഫസ്റ്റ് വൺ ഈസ് ദ എമൗണ്ട് ഓഫ് കോൾഡ് വർക്ക്. കാരണം കോൾഡ് വർക്കിന് ശേഷമാണ് നമ്മൾ എവിടത്തേക്ക് കൊണ്ടുവന്നത്? അതിനെ ഈ പറയുന്ന റിക്കവറി അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് റീക്രിസ്റ്റലൈസേഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ എമൗണ്ട് ഓഫ് കോൾഡ് വർക്ക് ഈസ് ഇറ്റ് വിൽ എഫക്ട് ദി റീക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, അതെങ്ങനെയാണ്? ഹയർ ദ പ്രയർ ഡിഫോർമേഷൻ ദർ വിൽ ബി ഹയർ ദ സ്റ്റോർഡ് എനർജി അല്ലെ. നമ്മൾ ഡിഫോർമേഷൻ നമ്മൾ ആദ്യം തന്നെ കോൾഡ് വർക്കിംഗ് കൂടുതൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൾഡ് വർക്കിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്കിംഗ് ചെയ്യുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിഫോർമേഷൻ നമ്മൾ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ആ മെറ്റീരിയലിൽ എന്താണ് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. So higher the prior deformation, higher will be the energy stored. So ഈ എനർജി സ്റ്റോർഡ് ആണ് നമ്മളെ ഈ പറയുന്ന റീക്രിസ്റ്റലൈസേഷന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെ. ഈ എനർജി സ്റ്റോർഡ് ആണ് നമ്മൾ ഈ പറയുന്ന റീക്രിസ്റ്റലൈസേഷൻ ഡ്രൈവിംഗ് ഫോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ട്രെയിൻ എനർജിയാണ്
നമുക്ക് റീക്രിസ്റ്റലൈസേഷൻ ഉണ്ടാകാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്. സോ ഹയർ ദ പ്രയർ ഡിഫോർമേഷൻ will higher the prior deformation, higher will be the stored energy. So it implies that higher will be the driving force. അപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സ് കൂടുതലാണ്. അന്നേരം എന്തായിരിക്കും നമുക്ക് വേണ്ട റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ കുറവ് മതി അല്ലെ. ചെറിയ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് റീക്രിസ്റ്റലൈസേഷൻ ഹാപ്പൻ ചെയ്യും. ഓക്കെ, നോർമലി ബിറ്റ്വീൻ 50 to 20% കോൾഡ് വർക്ക് എങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് റീക്രിസ്റ്റലൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, കോൾഡ് വർക്കിംഗ് 50 to 20% കോൾഡ് വർക്കിംഗ് എങ്കിലും നമുക്ക് ചെയ്യണം. ഓക്കെ, സോ ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് പ്രയർ കോൾഡ് വർക്ക് എൻഹാൻസസ് ദ റേറ്റ് ഓഫ് റീക്രിസ്റ്റലൈസേഷൻ. വിത്ത് ദ റിസൾട്ട് ദ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഈസ് ലോവേർഡ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ഈസ് ടൈം ഓഫ് അനീലിംഗ്. നമ്മൾ അനീലിംഗ് ടൈം കൂട്ടിയാലോ ഇറ്റ് വിൽ ഡിക്രീസ് ദ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. നമ്മൾ ടൈം കൂടുന്നതനുസരിച്ച് നമുക്ക് ചെറിയ ടെമ്പറേച്ചർ അല്ലെ, അതായത് കൂടുതൽ ടൈം വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ടെമ്പറേച്ചർ മതി, കുറച്ച് ടൈം ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂടുതൽ ടെമ്പറേച്ചർ വേണം. സോ അനീലിംഗ് ടൈം ഇൻക്രീസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ദർ വിൽ ബി എ റിഡക്ഷൻ ഇൻ ദ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. തേർഡ് വൺ ഈസ് ദ അനീലിംഗ് ടെമ്പറേച്ചർ. അത് സെയിം തന്നെയാണ്. ഈ റീക്രിസ്റ്റലൈസേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് ഹയർ ടെമ്പറേച്ചർ ഇറ്റ് ഗെറ്റ്സ് കംപ്ലീറ്റഡ് സൂൺ. ചെറിയ ടൈമിൽ കംപ്ലീറ്റ് ആവും. നമ്മൾ അനീലിംഗ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് റീക്രിസ്റ്റലൈസേഷൻ ടൈം കുറവ് മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എ കോമ്പോസിഷൻ. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോ നമുക്ക് പ്യുവർ മെറ്റൽസിൽ ചെയ്യാം അല്ലെ. പ്യുവർ ഇപ്പൊ നമ്മൾ കോൾഡ് വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ പ്യുവർ അലുമിനിയത്തിലായിരിക്കും അല്ലെങ്കിൽ പ്യുവർ അയണിലായിരിക്കും. ഐ ക്യാൻ ഡു ദ കോൾഡ് വർക്കിംഗ് ഇൻ അലോയ്സിൽ ചെയ്യാം അല്ലെ, സ്റ്റീലിൽ ചെയ്യാം, അലുമിനിയം അലോയ്സിൽ ചെയ്യാം, എവിടെയും ചെയ്യാം. അപ്പൊ എന്താണ് ഈ കോമ്പോസിഷൻ ആയിട്ട് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഈ റീക്രിസ്റ്റലൈസേഷൻ? അപ്പോൾ ഓരോ ഡിഫറെന്റ് കോമ്പോസിഷൻ അനുസരിച്ചും ഈ റീക്രിസ്റ്റലൈസേഷൻ മാറുന്നുണ്ടോ? യെസ്, റീക്രിസ്റ്റലൈസേഷൻ മാറുന്നുണ്ട്. എങ്ങനെയാണ്? Recrystallization process will be more rapid or it will be very speed in the case of pure metals than in alloys. Pure metals in the case of recrystallization process അല്ലെങ്കിൽ it proceeds more rapidly. But alloys in the case അങ്ങനെയല്ല. alloys പറഞ്ഞാൽ actually alloys പറഞ്ഞാൽ അതിൽ alloying elements അല്ലേ. alloying elements നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? They are impurities അല്ലെ, foreign particles ആണ്, വേറെ elements വന്ന് ചേരുന്നതാണ് അല്ലെ. So even though it improves the mechanical properties of the material, actually they are impurities അല്ലെ. So these impurity atoms or these alloying elements raises the recrystallization temperature. How എങ്ങനെയാണ് ഇത് റേസ് ചെയ്യുന്നത്? by preventing the movement of grain boundaries. Okay, അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറി മൂവ്മെന്റ് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് പുതിയ ക്രിസ്റ്റൽ ഫോർമേഷൻ നടക്കും. അപ്പൊ ഇതുപോലത്തെ ഇമ്പ്യൂരിറ്റീസ് എന്താണ്? ഗ്രെയിൻ ബൗണ്ടറി മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്യും, thereby ന്യൂ ഗ്രെയിൻ ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്. സോ അലോയ്സിൽ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇനീഷ്യൽ ഗ്രെയിൻ സൈസ്. നമുക്കറിയാം ഇപ്പൊ നമ്മൾ കോൾഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ രണ്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഇനീഷ്യൽ മെറ്റീരിയൽ ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇത് ഒരു സെക്കൻഡ് മെറ്റീരിയൽ. രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ നോക്കിയ ഫൈൻ ഗ്രെയിൻസ് ആണ്. ഗ്രെയിൻസ് തൽക്കാലം ഞാൻ അത് സിലിണ്ടറിക്കൽ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. തൽക്കാലം നിങ്ങൾ ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പ് ആണ് ഗ്രെയിൻ കഴിക്കുക. സെക്കൻഡ് കേസിൽ നോക്കിയ കുറച്ചും കൂടി ബിഗ് ഗ്രെയിൻസ് ആണ്, കോറസ് ഗ്രെയിൻസ്. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണ് സ്ട്രെയിൻ ഹാർഡനിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാകുന്നത്? നമ്മൾ കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാകുന്നത് അല്ലെ. ഏതിനായിരിക്കും കൂടുതൽ സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാവുക? ഫൈനർ ഗ്രെയിൻസ് ഉള്ള മെറ്റീരിയലായിരിക്കും കൂടുതൽ സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാവുക. കാരണം എന്താണ്, നമ്മൾ ഈക്വൽ എമൗണ്ട് ഓഫ് കോൾഡ് വർക്കിംഗ് ഈ രണ്ട് മെറ്റീരിയലും കൊടുത്തു കഴിഞ്ഞാൽ മോർ സ്ട്രെയിൻ ഹാർഡനിങ് വിൽ ബി ഇൻട്രോഡ്യൂസ് into the fine grained structure than in the coarse grained structure. അതായത് അപ്പൊ ഒരു ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ കൂടുതൽ ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടല്ലേ. ഓക്കെ, ഫൈൻ ഗ്രെയിൻ ആകുമ്പോൾ ഒരുപാട് ഗ്രെയിൻ ബൗണ്ടറീസ് കൂടുതലല്ലേ, ശരിയല്ലേ? കോർസ് ഗ്രെയിൻ സ്ട്രക്ചറിനേക്കാളും കൂടുതൽ ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാവും ഫൈൻ ഗ്രെയിനിൽ അല്ലെ. കാരണം ഓരോ ലൈനും അതിന്റെ ഗ്രെയിൻ ബൗണ്ടറി ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രിസ്റ്റൽ ആണെന്ന് നോക്കിയാൽ സിംഗിൾ ക്രിസ്റ്റൽ ആണെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി അതിന്റെ ഔട്ടർ അതിന്റെ ആ ഒരു സർക്കംഫറൻസും അല്ലെ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു പെരിമീറ്റർ മാത്രമാണ് അതിന്റെ ഗ്രെയിൻ ബൗണ്ടറി. ഓക്കെ, അതിന്റെ ഉള്ളിൽ ക്രിസ്റ്റൽ അതിന്റെ ഫൈൻ ഗ്രെയിൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഗ്രെയിൻ ബൗണ്ടറി കൂടുന്നുണ്ട്.
ഓക്കെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മോർ ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് മോർ ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാകുന്ന സമയത്ത് എന്താകുന്നു? ദർ വിൽ ബി മോർ ഡിസ്റ്റോർട്ടഡ് റീജിയൻസ് അല്ലെ? അപ്പൊ ഈ ഗ്രെയിൻ ബൗണ്ടറീസ് ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ എവിടെയാണ്? കൂടുതൽ ഗ്രെയിൻ ബൗണ്ടറി ഉണ്ടാകുമ്പോൾ കൂടുതൽ ഗ്രെയിൻ ബൗണ്ടറീസ് ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ കൂടുതൽ ഗ്രെയിൻ ബൗണ്ടറീസ് ഡിസ്റ്റോർട്ട് ചെയ്യും. ഗ്രെയിൻ ബൗണ്ടറി കുറഞ്ഞെടുത്തോ കുറച്ച് ഗ്രെയിൻ ബൗണ്ടറി ഉള്ളൂ, അപ്പൊ അത്ര മാത്രമേ ഡിസ്റ്റോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഗ്രെയിൻ സൈസ് കുറഞ്ഞെടുത്ത് കൂടുതൽ ഗ്രെയിൻ ബൗണ്ടറി ഉണ്ടാവും. അപ്പൊ നമ്മൾ കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ അതൊക്കെ ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഇതുപോലത്തെ ഡിസ്റ്റോർഷൻ സംഭവിക്കും there is a chance of having more nucleation sites. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ന്യൂക്ലിയേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പ്രൊമോട്ടിംഗ് റാപ്പിഡ് ക്രിസ്റ്റലൈസേഷൻ, വിച്ച് വിൽ പ്രൊമോട്ട് റാപ്പിഡ് ക്രിസ്റ്റലൈസേഷൻ. സോ അപ്പോ ഇതുപോലുള്ള ഫൈനർ ഗ്രെയിൻസിൽ ക്രിസ്റ്റലൈസേഷൻ എന്തായിരിക്കും? റീക്രിസ്റ്റലൈസേഷൻ എന്തായിരിക്കും? റാപ്പിഡ് ആയിരിക്കും. ഓക്കെ. Therefore, finer the initial grain size, the lower will be the recrystallization temperature. അല്ലെ? ഫൈനർ ഗ്രെയിൻ സൈസ് ഉണ്ടാകുമ്പോൾ റീക്രിസ്റ്റലൈസേഷൻ റാപ്പിഡ് ആയിരിക്കും, ഫാസ്റ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ്? ചെറിയ ടെമ്പറേച്ചർ മതി. സോ ഫൈനർ ഗ്രെയിൻ സൈസിലെ മെറ്റീരിയൽസിന്റെ കേസിൽ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ കുറവായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഈസ് ടെമ്പറേച്ചർ ഓഫ് ഡിഫോർമേഷൻ. ലോവർ ദ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് വർക്കിംഗ്, ദ ഗ്രേറ്റർ ദ എമൗണ്ട് ഓഫ് സ്ട്രെയിൻ ഇൻട്രൊഡ്യൂസ്ഡ്. അല്ലെ? നമ്മൾ ലോ ടെമ്പറേച്ചറിലാണ് നമുക്ക് കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ താഴെ ചെയ്യുന്ന പറഞ്ഞു. ഈ കോൾഡ് വർക്കിംഗ് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ചെയ്യാം. ഒരു 30 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാനൊരു 40 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ആ മെറ്റീരിയലിന്റെ ഞാൻ ചെയ്യുന്ന ആ മെറ്റീരിയലിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഒരു 70 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വരിക. അപ്പൊ ഞാനിപ്പോ 60 ഡിഗ്രി സെൽഷ്യസിലും അതിന്റെ മുകളിൽ മെക്കാനിക്കൽ വർക്ക് ചെയ്താൽ നമ്മൾ അതിന് എന്താ വിളിക്കുന്നത്? ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് കോൾഡ് വർക്കിംഗ്. സോ ഐ ക്യാൻ ഡു അറ്റ് എനി ടെമ്പറേച്ചർ അല്ലെ? 30 ചെയ്യാം, 40 ചെയ്യാം, 50, 60 അല്ല, അപ് ടു 70 വരെ എനിക്ക് ചെയ്താൽ ഞാൻ അത് ഏത് പ്രോസസ്സാണ്? കോൾഡ് വർക്കിംഗ് ആണ്. ബിയോണ്ട് 70 ആകുമ്പോൾ മാത്രമേ അതിനെ ഹോട്ട് വർക്കിംഗ് വിളിക്കൂ. അപ്പോൾ ഈ കോൾഡ് വർക്കിംഗിൽ തന്നെ ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ? ലോവർ ടെമ്പറേച്ചർ, ഹയർ ടെമ്പറേച്ചർ എന്ന് പറയാം. സോ ഇത് ലോവർ ടെമ്പറേച്ചർ of cold working, the greater will be the amount of strain introduced. So which effectively decreases the recrystallization temperature for a given annealing time. Okay. അപ്പോ ഗ്രേറ്റർ അതായത് കോൾഡ് വർക്കിംഗിന്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അവിടെ കൂടുതൽ സ്ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതെന്ത് ചെയ്യും? റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനെ ഡിക്രീസ് ചെയ്യും. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ടെമ്പറേച്ചർ ഓഫ് ഡിഫോർമേഷൻ. Last one is the amount of recovery prior to recrystallization. Amount of recovery prior to recrystallization. എന്താ പറയുന്നത്? If the deformed metal had been recovering for a long, recrystallization will be delayed. അതായത് നമുക്ക് റീക്രിസ്റ്റലൈസേഷന് മുമ്പിലാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? റീകവറി ഫേസ് വരുന്നത് അല്ലെ? അപ്പോ റീകവറി ഫേസിന്റെ ടൈം കൂടുകയാണെന്ന് വിചാരിക്കാം. റീകവറി ഫേസിന്റെ ടൈം കൂടിയാല് നമുക്ക് ഓൾറെഡി എന്താണെന്നുള്ളത് ഈ സ്ട്രെയിൻ എനർജിയാണ് നമ്മൾ റീക്രിസ്റ്റലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെ? ഡ്രൈവിംഗ് ഫോഴ്സ് പറയുന്നത് സ്ട്രെയിൻ എനർജിയാണ്. അപ്പൊ റീകവറി സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഫേസ് കൂടിക്കഴിഞ്ഞാൽ ഓൾറെഡി ആ മെറ്റീരിയലിലെ സ്ട്രെയിൻ എനർജി ആ റീകവറി ഫേസിൽ റിലീസ് ആവും. ഓക്കെ. ആ റീകവറി ഫേസിൽ തന്നെ റിലീസ് ആവും. അതുകൊണ്ട് എന്താവും? നമുക്ക് റീക്രിസ്റ്റലൈസേഷൻ കൊണ്ട് ഡ്രൈവിംഗ് ഫോഴ്സ് കുറയും. ഓക്കെ. അപ്പോൾ എമൗണ്ട് ഓഫ് റീകവറി എപ്പോഴും കുറക്കണം. എമൗണ്ട് ഓഫ് റീകവറി എപ്പോഴും കുറവായിരിക്കണം വേണ്ടത്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് വിച്ച് വിൽ അഫക്ട് ദ റീക്രിസ്റ്റലൈസേഷൻ ഓർ വിച്ച് വിൽ അഫക്ട് ദ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. അടുത്ത ഒരു ഫേസ് ആണ് ഗ്രെയിൻ ഗ്രോത്ത്. അപ്പൊ ആദ്യം നമ്മൾ റീകവറി ചെയ്തു അല്ലെ? അതിന്റെ എന്താണ്? ഇന്റേണൽ മെക്കാനിക്കൽ സ്ട്രെസ്സസ് റെഡ്യൂസ് ചെയ്തു. അതിലുള്ള സ്ട്രെയിൻ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റീക്രിസ്റ്റലൈസ് ചെയ്തു. റീക്രിസ്റ്റലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കണം. ആ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? അതിന്റെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് നമ്മൾ നോക്കി. അടുത്തെന്താ സംഭവിക്കുക? ഈ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഏകദേശം 50% മുകളിൽ ഗ്രെയിൻസ് എന്താണ്? റീക്രിസ്റ്റലൈസ് ചെയ്യുക. പുതിയ ക്രിസ്റ്റൽസ് അല്ലെ? സ്ട്രെയിൻഡ് ക്രിസ്റ്റൽസ് മാറിയിട്ട് അതായത് സ്ട്രെയിൻ ഫ്രീ ക്രിസ്റ്റൽസ് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ഫർദർ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും? പുതിയ ക്രിസ്റ്റൽസ് ഫോർമേഷൻ കംപ്ലീറ്റ് ആയി കഴിയും. റീക്രിസ്റ്റലൈസേഷൻ കംപ്ലീറ്റ് ആയി കഴിയും. അതിനുശേഷം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? there will be a growth of the grain. ഗ്രെയിൻസ് വളരാൻ വേണ്ടി തുടങ്ങും അല്ലെ? there will be a growth of the grain. അപ്പൊ എന്താണ് ഗ്രെയിൻ ഗ്രോത്ത് പറഞ്ഞാല്? It is the increase in average grain size and decrease in the number of grains. അല്ലെ? It is the increase in the average grain. നമുക്കറിയാം തൽക്കാലം നമ്മളത് സ്പെരിക്കൽ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത് ഗ്രെയിൻ സൈസിനാ. ഗ്രെയിൻ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലെ? ഇനിഷ്യൽ ഗ്രെയിൻ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അത് ഫൈൻ ഗ്രെയിൻസ് എന്നത് കോറസ് ഗ്രെയിൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇൻക്രീസ് ചെയ്ത് എന്ത് സംഭവിക്കും? പരസ്പരം ഗ്രെയിൻ ബൗണ്ടറീസ് തമ്മിൽ ടച്ച് ചെയ്ത് നിൽക്കും അല്ലെ? ന്യൂക്ലിയേഷൻ എല്ലാം ഇൻക്രീസ് ചെയ്തിട്ടാണ് ഇതുപോലത്തെ ഓരോ ഗ്രെയിൻസും ഓരോ ക്രിസ്റ്റൽസും ഫോർമേഷൻ നടക്കുന്നത്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്.
അല്ലെ? So after the recrystallization is complete, the metal specimen is kept at an elevated higher temperature. The strain-free fresh grains will continue to grow. The strain-free fresh grains will continue to grow. The grain size will become coarse. Coarse പറഞ്ഞാൽ എന്താണ്? Fine and coarse. അല്ലെ? Coarse പറഞ്ഞാൽ അതിന്റെ സൈസ് കൂടുതലാണ്. Fine പറഞ്ഞാൽ finer size ആണ്. Reduction of the amount of grain boundary. So there will be a reduction of amount of grain boundary. അല്ലെ? കാരണം ഗ്രേഡിന്റെ സൈസ് കൂടണമെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി കുറവായിരിക്കും അല്ലെ? സിംഗിൾ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഗ്രെയിൻ ബൗണ്ടറി കുറവല്ലേ? കുറെ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ഗ്രെയിൻ ബൗണ്ടറി കൂടുതലായിരിക്കും. എന്താണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? റിഡക്ഷൻ ഇൻ സർഫസ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഗ്രെയിൻ ബൗണ്ടറീസ്. ആക്ച്വലി റീക്രിസ്റ്റലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്രെയിൻ ബൗണ്ടറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല എനർജി അല്ലെങ്കിൽ സർഫസ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഗ്രെയിൻ ബൗണ്ടറി വിൽ ബി ലെസ്. That reduction in the surface energy associated with the grain boundary is the driving force for this grain growth. Okay, അപ്പോൾ grains ഇങ്ങനെ വളരാൻ വേണ്ടി തുടങ്ങും. So we will get a coarse grains. Coarse grains പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയ ഒരു മെറ്റീരിയൽ ആയിരിക്കും കിട്ടല്. ഗ്രെയിൻസ് ഫൈനർ ഗ്രെയിൻസ് ആയി മാറുമ്പോഴാണ് നമുക്ക് ഹാർഡസ്റ്റ് മെറ്റീരിയൽ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ മാർട്ടൻസൈറ്റിന്റെ കേസിൽ ഗ്രെയിൻസ് ആർ വെരി ഫൈനർ. മാർട്ടൻസൈറ്റ് ഇസ് ദ ഹാർഡസ്റ്റ് ഫോം ഓഫ് സ്റ്റീൽ അവൈലബിൾ. ഓക്കെ, അപ്പോൾ ഗ്രെയിൻ സൈസ് കൂടുക എന്ന് ഉദ്ദേശിക്കുന്നതാണ് അതിന്റെ ഹാർഡ്നെസ് കുറയുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഡക്റ്റിലിറ്റിയും അതിന്റെ സോഫ്റ്റ്നെസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. So again, as the temperature increases, rigidity of the lattice decreases and the rate of grain growth is more rapid. Okay, അപ്പോൾ ഇപ്പോൾ അവിടെ സംഭവിക്കുന്ന റാപ്പിഡ് ന്യൂക്ലിയേഷൻ ആൻഡ് സ്ലോ ഗ്രോത്ത് റിസൾട്ട്സ് ഇൻ എ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ. ഓൾറെഡി പറഞ്ഞു, ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചറിന്റെ കേസിൽ ന്യൂക്ലിയേഷൻ പെട്ടെന്ന് തന്നെ സംഭവിക്കും. സോ റാപ്പിഡ് ന്യൂക്ലിയേഷൻ ആൻഡ് സ്ലോ ഗ്രോത്ത് റിസൾട്ട്സ് ഇൻ എ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ. അതിന് നേരെ ഓപ്പോസിറ്റ് സ്ലോ ന്യൂക്ലിയേഷൻ ആൻഡ് റാപ്പിഡ് ഗ്രോത്ത് വിൽ റിസൾട്ട്സ് ഇൻ എ കോറസ് ഗ്രെയിൻ സ്ട്രക്ചർ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് റേറ്റിലായിരിക്കും ഗ്രെയിൻ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂ ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടും. അഗൈൻ ഗ്രെയിൻ ഗ്രോത്തിനെയും ഡിഫറെന്റ് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗ്രെയിൻ ഗ്രോത്ത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. First one is the degree of prior deformation. This is one of the most important factor because increasing the amount of prior deformation favors nucleation and decreasing the final grain size. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നതാണ് പ്രയർ ഡിഫോർമേഷൻ. പ്രയർ ഡിഫോർമേഷൻ കൂടുതലാണെങ്കിൽ അവിടെ എന്താണ്? പ്രയർ ഡിഫോർമേഷൻ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് പ്രയർ ഡിഫോർമേഷൻ ഇറ്റ് വിൽ ഫേവേഴ്സ് ന്യൂക്ലിയേഷൻസ്. ന്യൂക്ലിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഏത് കേസിൽ? ഡിഫോർമേഷൻ പ്രയർ ആയിട്ട് ഡിഫോർമേഷന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ. അപ്പൊ എന്താ നമുക്ക് ഫൈനൽ കിട്ടുന്നത്? there will be a decrease in the grain size. Decreasing the grain size, that means you are getting a finer grain size. ഓക്കെ, അപ്പോൾ അതൊരു ഫാക്ടറാണ്, ഗ്രെയിൻ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഡിഗ്രി ഓഫ് പ്രയർ ഡിഫോർമേഷൻ. ടൈം അറ്റ് ടെമ്പറേച്ചർ. എന്താണ് ടൈം അറ്റ് ടെമ്പറേച്ചർ? നമ്മൾ എത്ര സമയം ആ ടെമ്പറേച്ചറിൽ വെക്കുന്നുണ്ടോ എന്നതാണ് ടൈം അറ്റ് ടെമ്പറേച്ചർ. നമ്മൾ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ നമുക്കറിയാം. ഈ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ മുകളിൽ ടെമ്പറേച്ചർ നമ്മൾ എത്ര സമയം വെക്കുന്നു, ആ ടൈം ടി, അതാണ് രണ്ടാമത്തെ ഫാക്ടർ. സോ whenever that t is less, whenever that time is less, you will get fine grains. ആ സമയം നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, പിന്നെയും ഈ ടെമ്പറേച്ചറിൽ നമ്മൾ കൂടുതൽ സമയം നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മളെ ഗ്രെയിന് പിന്നെയും അത് ബിഗർ ആയി പോകും അല്ലെ? അതിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. സോ യു വിൽ ഗെറ്റ് എ കോറസ് ഗ്രെയിൻ, യു വിൽ ഗെറ്റ് എ ബിഗർ ഗ്രെയിൻസ് ഇൻ ദ സ്ട്രക്ചർ. സോ ആ ടൈം ഏറ്റവും കുറക്കുന്നതനുസരിച്ച് നമുക്ക് ഫൈനർ ഗ്രെയിൻസ് കിട്ടും. റീക്രിസ്റ്റലൈസേഷൻ കഴിഞ്ഞ അന്നേരം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. ഫർദർ നമ്മൾ ടൈം അവിടെ ഒരു ടൈം പീരീഡ് നമ്മൾ അവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫൈനർ ഗ്രെയിൻസ് അത് ഇൻക്രീസ് ചെയ്ത് കോറസ് ഗ്രെയിൻസിലേക്ക് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഈസ് അനീലിംഗ് ടെമ്പറേച്ചർ. ഇപ്പൊ പറഞ്ഞത് ടൈമാണ്. അനീലിംഗ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ കുറയുന്നതനുസരിച്ചിട്ട്, അനീലിംഗ് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് എന്താണ്? ഗ്രെയിനിന്റെ സൈസ് കൂടും. സോ അനീലിംഗ് ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ചിട്ട് വി വിൽ ഗെറ്റ് ഫൈൻ ഗ്രെയിൻസ്. അതാണ് ഒരു ഫാക്ടർ, അനീലിംഗ് ടെമ്പറേച്ചർ. നെക്സ്റ്റ് വൺ ഈസ് ഹീറ്റിംഗ് ടൈം. ഹീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എൻ്റയർ ഹീറ്റിംഗ് ടൈം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? ടൈം അറ്റ് ടെമ്പറേച്ചർ ആണ്. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്ര ടൈം വെക്കുന്നതാണ് അനീലിംഗ് ടെമ്പറേച്ചറിൽ. ഇപ്പൊ പറയുന്നത് ഹീറ്റിംഗ് ടൈം ആണ്. ദ ഷോർട്ടർ ദ ടൈം ഓഫ് ഹീറ്റിംഗ് ടു റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ, ദ ഫൈനർ ദ ഗ്രെയിൻ സൈസ്. അവിടെയും ടൈം എത്രയാണോ നമ്മൾ കുറവ് വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നത് ഫൈനർ ആയ ഗ്രെയിൻ സൈസ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്?
ഫാസ്റ്റർ റേറ്റ് ഓഫ് കൂളിംഗ് അല്ലെ. ടൈം കുറവ് പറഞ്ഞാൽ എന്താണ് ഫാസ്റ്റർ റേറ്റ് ഓഫ് കൂളിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. ഫാസ്റ്റർ റേറ്റ് ഓഫ് കൂളിംഗ് വിൽ ഗിവ് us എ ഫൈനർ ഗ്രെയിൻ സൈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇൻസൊല്യൂബിൾ ഇംപ്യൂരിറ്റീസ്. ഇപ്പോൾ ഇംപ്യൂരിറ്റീസ് എങ്ങനെയാണ് ഗ്രെയിൻ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്നത്? The greater the amount and finer the distribution of insoluble impurities, the finer the grain size. വീണ്ടും ഇമ്പ്യൂരിറ്റീസ് അല്ലെ, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെ, ഇമ്പ്യൂരിറ്റീസ് കൂടുതലാണെങ്കിൽ നമുക്ക് അപ്പോഴും കിട്ടുന്നതെന്നാണ് ഫൈനർ ഗ്രെയിൻ സൈസ് ആണ് കിട്ടുന്നത്. ഓക്കെ, കാരണം ഇമ്പ്യൂരിറ്റീസ് നമുക്കറിയാം ഇറ്റ് വിൽ ആക്ട് ആസ് എ ബാരിയർ ടു ദി ഗ്രെയിൻ ബൗണ്ടറി മൂവ്മെന്റ് അല്ലെ. ഡിസ്ലൊക്കേഷനുള്ള ഒരു ബാരിയർ ആയിട്ടാണ് ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് വിൽ ആക്ട് ആസ് എ ബാരിയർ ടു ദ ഗ്രെയിൻ ബൗണ്ടറി മൂവ്മെന്റ് അല്ലെ. ഗ്രെയിൻ ബൗണ്ടറി മൂവ്മെന്റ് ഇല്ലെങ്കിലോ, ഗ്രെയിൻ ബൗണ്ടറി മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രെയിൻ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലെ. സോ they are actually hindering this what these insoluble impurities are hindering, or it is acting as a barrier to this grain boundary growth and thus the growth of grains also. അങ്ങനെ ഗ്രെയിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. സോ അതാണ് ഇൻസൊല്യൂബിൾ ഇമ്പ്യൂരിറ്റീസിലുള്ളത്. ഇത്രയാണ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദി ഗ്രെയിൻ ഗ്രോത്ത്. അതിന്റെ പ്രോസസ്സാണ് ഗ്രാഫായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ PPT നോക്കുക, അതിന്റെ ഗ്രാഫ് പ്രോസസ്, മൈക്രോസ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടി ചേഞ്ചസ് ഡ്യൂറിംഗ് കോൾഡ് വർക്കിംഗ് ആൻഡ് സബ്സിക്വന്റ് അനീലിംഗ്. അതാണ് ഇപ്പോൾ നമ്മൾ സ്ലൈഡിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ കംപ്ലീറ്റ് അത് റീകവർ ആവുന്നുണ്ടല്ലേ. ഇനീഷ്യൽ സ്റ്റേറ്റിൽ അതേ അല്ല, ഇനീഷ്യലി അത് എങ്ങനെയാണുള്ളത് അതേ സ്റ്റേറ്റിലേക്ക് അത് റീകവർ ആയി മാറുന്നുണ്ട് അല്ലെ. ഇനീഷ്യൽ ഗ്രെയിൻ സൈസ് ഇങ്ങനെയാണ്, നമ്മൾ അതിനെ കോൾഡ് വർക്ക് ചെയ്തു, അതിനുശേഷം കോൾഡ് വർക്ക് ചെയ്തു അല്ലെ, പ്രോപ്പർട്ടിയിൽ ചേഞ്ചസ് ഉണ്ടായി. കാരണം XY ആക്സിസിൽ പ്രോപ്പർട്ടി കാണിക്കുന്നത്, പ്രോപ്പർട്ടി ചേഞ്ചസ് ഉണ്ടാവും, ഇന്റേണൽ സ്ട്രെസ്സസ് ഉണ്ടാവും. അതിനുശേഷം ഇന്റേണൽ സ്ട്രെസ്സസ് നമ്മൾ കുറച്ചു, എവിടെയാണ് റീകവർ ചെയ്യുന്നത് കുറച്ചു, സ്ട്രെയിൻ എനർജി ഉപയോഗിച്ചു, റീക്രിസ്റ്റലൈസേഷൻ ഉണ്ടായി അല്ലെ. റീക്രിസ്റ്റലൈസേഷൻ വീണ്ടും ഫൈനൽ ഗ്രെയിൻസ് ഉണ്ടായി, ഗ്രെയിൻ ഗ്രോത്ത് ഉണ്ടായി, നമുക്ക് ഫൈനൽ സെയിം പൊസിഷനിൽ തന്നെ നമുക്ക് കിട്ടി അല്ലെ, സെയിം പ്രോപ്പർട്ടി തന്നെ കിട്ടി, ബട്ട് വിത്ത് ഹയർ കോറസ് ഗ്രെയിൻ അല്ലെ. സോ ഇത്തരത്തിൽ നമുക്ക് മൈക്രോ സ്ട്രക്ചറും പ്രോപ്പർട്ടിയും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അല്ലെങ്കിൽ ഈ കോൾഡ് വർക്കിങ്ങിന് ശേഷം ഉണ്ടാകുന്ന മൈക്രോ സ്ട്രക്ചറൽ പ്രോപ്പർട്ടി ചേഞ്ചസ് ആണ് ഇപ്പൊ ഈ കാണിക്കുന്ന ഗ്രാഫിൽ കാണിക്കുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ അതിന്റെ പ്രോപ്പർട്ടി ചേഞ്ചസും ഡിഫറെന്റ് ഫേസസ് ഇവിടെ കാണിക്കുന്നുണ്ട്. കോൾഡ് വർക്കിംഗ്, റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഗ്രെയിൻ ഗ്രോത്ത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രെയിൻ ഗ്രോത്ത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റീൽ ആണ്. സ്റ്റീൽ ഈസ് വൺ ഓഫ് ദി engineering materials used for different applications. Otherwise, we can say that it is the most commonly used engineering material for construction works, for production works and all. അല്ലെ, നമുക്കറിയാം നമ്മൾ 75% എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ വർക്കിനാൽ നമ്മൾ സ്റ്റീൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. സ്റ്റീലിന്റെ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പുള്ള സ്ലൈഡ്സിലൊക്കെ നോക്കിയതാണ്. കാരണം നമ്മൾ അയൺ കാർബൺ ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കിയാണ് എന്തെല്ലാം ഡിഫറെന്റ് സ്റ്റീൽസ് അല്ലെ. സോ ദിസ് ഇൻ ദ അയൺ കാർബൺ സിസ്റ്റം ദ അലോയ് കണ്ടെയ്നിങ് അപ് ടു 2% കാർബൺ, നമ്മൾ അന്നേരം നോക്കുമ്പോൾ 2.14% ആയിരിക്കും. അത് ഓരോ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നിയർലി 2.1% കാർബൺ ആർ നോൺ ആസ് സ്റ്റീൽസ്, ആൻഡ് ദാറ്റ് കണ്ടെയ്നിങ് ഫ്രം 2 to 4.3% കാർബൺ ആർ നോൺ ആസ് കാസ്റ്റ് അയൺ. അപ്പൊ സ്റ്റീൽ തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട് അല്ലെ. ഈ സ്റ്റീൽ കിട്ടുന്നത് എങ്ങനെയാണ്? വെൻ വി ആർ ആഡിങ് കാർബൺ ടു അയൺ. അയൺ എന്ന മെറ്റീരിയൽ അല്ലെ എലമെന്റ് മെറ്റലില് ആ എലമെന്റിലേക്ക് നമ്മൾ അലോയിങ് എലമെന്റ് ആയ കാർബൺ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്റ്റീൽ കിട്ടുന്നത്. സോ ഇവിടെയുള്ള ബേസ് മെറ്റൽ എന്ന് പറയുന്നത് അയൺ ആണ്, ആൻഡ് കാർബൺ വിൽ ബി ദ അലോയിങ് എലമെന്റ്. കാർബൺ എത്ര തോതിലാണ് ആഡ് ചെയ്യുന്നത്? വളരെ കുറവ് പെർസെന്റേജ് ആഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. അപ് ടു 2% ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാർബൺ കിട്ടുന്നത്, സോറി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റീൽ കിട്ടുന്നത്. സ്റ്റീൽ മീൻസ് ഈ അപ് ടു 2% തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് ഉണ്ട് അതിന്റെ ക്ലാസിഫിക്കേഷനിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാർബൺ മാത്രം ആഡ് ചെയ്ത് കിട്ടുന്ന ഈ സ്റ്റീലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബൺ സ്റ്റീൽസ്. ആക്ച്വലി അതിന്റെ പേര് കാർബൺ സ്റ്റീൽ എന്നാണ്, പക്ഷെ നമ്മൾ പൊതുവെ സ്റ്റീൽ എന്നാണ് പറയുന്നത് അല്ലെ. അതിൽ അതർ അലോയിങ് എലമെന്റ്സും ആഡ് ചെയ്യാം, അന്നേരം നമുക്ക് അതിനെ കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കാൻ കഴിയാം. അന്നേരം നമ്മൾ അതിനെ അലോയ് സ്റ്റീൽസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അപ് ടു 2% അല്ലെങ്കിൽ അപ് ടു 2.14% കാർബൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്റ്റീലാണ്. ആൻഡ് ഫർദർ ഫ്രം 2 to 4.3% കാർബൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? കാസ്റ്റ് അയൺ ആണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ സോൾട്ട് സൊല്യൂഷൻ നമ്മൾ കാസ്റ്റ് അയൺ എന്ന് പറയും. മെക്കാനിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽസ് ആൻഡ് കാസ്റ്റ് അയൺസ് വാരി വിത്ത് ദ പെർസെന്റേജ് ഓഫ് കാർബൺ ആസ് വെൽ ആസ്
the form in which carbon is present in an alloy. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അലോയിങ്ങിലൂടെ നമുക്ക് അതിന്റെ മെക്കാനിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ വാരി വിത്ത് ദ എത്ര പെർസെന്റേജ് കാർബൺ എന്ന് അനുസരിച്ചിട്ട് അത് മാറും. അത് മാത്രമല്ല കാർബൺ ഏത് ഫോമിലാണ് അതിലുള്ളതില്ല അനുസരിച്ചിട്ടും അതിന്റെ പ്രോപ്പർട്ടിയിലും അതിന്റെ മെറ്റലർജിക്കൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. സോ steels are again divided into two major categories. Steel are again divided into two major categories. എങ്ങനെയല്ലാന്ന്, ഒന്ന് പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് എന്ന് വെച്ചാൽ കാർബൺ മാത്രമേ അതിലൊരു അലോയിങ് എലമെന്റ് ആയിട്ടുള്ളൂ. ഓൺലി ടു എലമെന്റ്സ്, one is iron and second one is carbon. So carbon is the main alloying element and traces of other elements like silicon, manganese, sulfur, silicon, manganese are considered as impurities. Other elements ഒക്കെ impurities ആണ് considered. കാരണം other elements in case ഈ പറയുന്ന കാർബൺ സ്റ്റീൽസിൽ ഉണ്ടെങ്കിലും ആ എലമെന്റ്സിന്റെ കാര്യമായ എഫക്റ്റ് ഒന്നുമില്ല, വളരെ മൈന്യൂട്ട് ആയിട്ട് ഉണ്ടാവും. ഇമ്പ്യൂരിറ്റീസ് ആയിട്ടായിരിക്കും ഉണ്ടാവില്ല, അല്ലാതെ നമ്മളൊരു അലോയിങ് എലമെന്റ് പോലെയല്ല. അപ്പൊ ഇതുപോലത്തുള്ള എക്സ്ട്രാ എലമെന്റ്സ്, നിക്കൽ, മാംഗനീസ്, സിലിക്കൺ, ഇതുപോലത്തെ എലമെന്റ്സ് ഇമ്പ്യൂരിറ്റി ആയിട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ടെക്നിക്കലി നമ്മളത് അവിടെ പ്ലെയിൻ കാർബൺ സ്റ്റീലിൽ അങ്ങനെയാണ് ഒരു അയണിൽ കാർബൺ മാത്രമുള്ള ഒരു അലോയ് ആണ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ. സെക്കൻഡ് വൺ ഈസ് അലോയ് സ്റ്റീൽസ്. These alloys contain one or more of other metallic elements as alloy constituents in addition to the normal percentage of carbon. കാർബൺ നേരത്തെ പറഞ്ഞ പെർസെന്റേജിൽ ഉണ്ടാവും, അത് കൂടാണ്ട് നമ്മൾ ഫർദർ അതർ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ അറിയാം ഇഷ്ടംപോലെ എലമെന്റ്സ് ഉണ്ടല്ലേ. അപ്പൊ സ്റ്റീലിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് എലമെന്റ്സ്, ഇഷ്ടംപോലെ എലമെന്റ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓൾറെഡി ഉള്ള ഈ കാർബൺ സ്റ്റീലിലേക്ക് ആഡ് ചെയ്യാം. ഓരോ എലമെന്റ് ആഡ് ചെയ്യുമ്പോഴും എനിക്ക് ഓരോ രീതിയിൽ ബിഹേവിയർ ആണ് അതിന്റെ മെറ്റീരിയൽ. ചിലത് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്, ചിലത് ആഡ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ സോഫ്റ്റ് ആവുന്നുണ്ട്, ചിലത് ആഡ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്, ഹയർ ടെമ്പറേച്ചറിൽ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടുന്നുണ്ട്, ചിലത് ആഡ് ചെയ്യുമ്പോൾ അതിന് ഹയർ കൊറോഷൻ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാവുന്ന ഡിഫറെന്റ് എലമെന്റ്സിനും അതിൻ്റെതായ പ്രോപ്പർട്ടി ചേഞ്ചസ് ഈ ബേസ് മെറ്റലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കിയത് സ്റ്റീൽസ് രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ. സ്റ്റീൽ രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ഈസ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് അലോയ് സ്റ്റീൽസ്. പ്ലെയിൻ കാർബൺ സ്റ്റീലിൽ കാർബൺ മാത്രമാണ് അതർ എലമെന്റ് ആയിട്ട് ഉണ്ടാല്. അലോയ് സ്റ്റീൽസിൽ അതർ ദാൻ കാർബൺ ദർ വിൽ ബി സം അതർ അലോയിങ് എലമെന്റ്സ്. പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻടു ത്രീ. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ലോ കാർബൺ സ്റ്റീൽ ഉണ്ട്, മീഡിയം കാർബൺ സ്റ്റീൽ ഉണ്ട് ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽ. എങ്ങനെയാണ് ഇതിന്റെ പെർസെന്റേജ് കാർബൺ കണ്ടന്റ് 0.1 to 0.3% കാർബൺ. അത്രയും കാർബൺ, അത്ര പെർസെന്റേജ് വളരെ കുറവാണ് അല്ലെ. അത്രയും പെർസെന്റേജ് കാർബൺ ഉണ്ടെങ്കിൽ തന്നെ എന്തായി, അത് ലോ കാർബൺ സ്റ്റീലായി. 0.3 to 0.6% കാർബൺ ആകുമ്പോൾ അത് മീഡിയം കാർബൺ സ്റ്റീലും ആൻഡ് അബോവ് 0.6 ആൻഡ് അബോവ് ഇറ്റ് ഈസ് കോൾഡ് as high carbon steel, or 0.6 to about 1.2% carbon is called as high carbon steel. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം കാർബൺ നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്താണ്, നമ്മൾ അയണിന്റെ ഹാർഡ്നെസ് സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും അല്ലെ. താഴേക്ക് പോകുന്നതനുസരിച്ച് അത് സ്ട്രെങ്ത് കൂടുതലല്ലേ. ലോ കാർബൺ സ്റ്റീൽ സോഫ്റ്റ് ആയിരിക്കും, മീഡിയം കാർബൺ സ്റ്റീൽ കമ്പാരിറ്റീവ്ലി ലോ കാർബൺ സ്റ്റീലിനേക്കാളും കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആൻഡ് ഹാർഡ് ആയിരിക്കും. ഹൈ കാർബൺ സ്റ്റീൽ അതിനേക്കാളും കൂടുതൽ ഹാർഡ് ആയിരിക്കും. അങ്ങനെ നമ്മൾ കാസ്റ്റ് അയണിലേക്ക് പോകുമ്പോൾ കാസ്റ്റ് അയൺ ആയിരിക്കും കുറച്ചും കൂടി സ്റ്റീലിനേക്കാളും ഹാർഡ്നെസ് കൂടിയത്. ഓക്കെ, നോക്കിയ ഡിഫറെന്റ് സ്റ്റീലും അതിന്റെ കോമ്പോസിഷൻ കാണിക്കുന്ന അതിന്റെ പ്രോപ്പർട്ടീസ് ടേബിൾ കാണിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഓരോ കാർബൺ സ്റ്റീൽസും ഏതൊക്കെയാണ് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ലോ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ നെയിൽസ്, റിവറ്റ്സ്, പൈപ്സ് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. മീഡിയം കാർബൺ സ്റ്റീൽസ് ഷാഫ്റ്റ് ആൻഡ് ഗിയേഴ്സ്, എഞ്ചിൻ പാർട്സ്. ഹൈ കാർബൺ സ്റ്റീൽസ് ആണെങ്കിൽ സ്പ്രിങ്സ്, ഹാമേഴ്സ്, ചിസൽസ് ഇവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓരോന്നിനും പ്രോപ്പർട്ടീസും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ടേബിൾ നിങ്ങൾ പഠിക്കുക, ഇതിന്റെ കോമ്പോസിഷൻ ബൈ ഹാർട്ട് ചെയ്യണം, ഇതിന്റെ പ്രോപ്പർട്ടീസും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, അതുപോലെ തന്നെ ഇതിന്റെ എക്സാമ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇൻ കേസ് ഡിഫറെന്റ് കാർബൺ സ്റ്റീൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പേരും കോമ്പോസിഷൻ മാത്രമല്ല എഴുതേണ്ടത്, വിത്ത് എക്സാമ്പിൾ എഴുതണം. ഓക്കെ, കാരണം നമ്മളെ ഇപ്പൊ നടത്തുന്ന സീരീസ് എക്സാമിനെല്ലാം നമ്മൾ മാർക്ക് ലിമിറ്റ് ചെയ്യുന്നതാണ് അല്ലെ. ഓക്കെ, എത്രയാണ് 3 മാർക്ക് 7 മാർക്കൊക്കെ ചെയ്തു. പക്ഷെ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് 100 മാർക്സിനാണ് ചോദിക്കല്. സിംഗിൾ ക്വസ്റ്റ്യൻ 10 മാർക്സിനും 12 മാർക്സിനും ഒക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ സീരീസ് എക്സാമിന്റെ ബേസിൽ അത് നിങ്ങൾ ചുരുക്കി ഇത്ര മാത്രം എഴുതിയാൽ മതി എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് എഴുതുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ അത് ബ്രോഡായിട്ട് എഴുതാൻ വേണ്ടി തന്നെ പഠിക്കുക. പഠിക്കുമ്പോൾ അത് ഒരു സാധനം പഠിക്കുന്ന സമയത്ത് എന്തായാലും അതിന്റെ കോമ്പോസിഷൻ എഴുതണം,
അതിന്റെ പ്രോപ്പർട്ടീസ് എഴുതണം, അതിന്റെ അപ്ലിക്കേഷൻസ് എല്ലാം എഴുതണം. 2-3 അപ്ലിക്കേഷൻസ് ഒക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അത് അടുത്തത് alloy steels ആണ്. alloy steels എന്ന് പറഞ്ഞാൽ other alloying elements ഉണ്ടാവും അല്ലെ. The properties of plain carbon steels are directly related to carbon content. In addition to carbon, plain carbon steels also contain other elements, usually considered as impurities, such as silicon, manganese, etc. Okay. Presence of these elements in these levels does not have an appreciable effect on the properties of carbon steels. But alloy steels അങ്ങനെയല്ല. Alloy steels are defined as carbon steels to which one or more elements are added to obtain some positive effects. Alloy steels കുറച്ചും കൂടി കൂടുതൽ പെർസെന്റേജ് അതർ എലമെന്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ മീൻസ് ഈ കാർബൺ എത്ര പെർസെന്റേജ് ആഡ് ചെയ്ത് നമുക്കറിയാം, 1.2 അത്ര ആഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും കുറവ് പെർസെന്റേജ് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്ര ഒരു പെർസെന്റേജ്. Alloy steels are defined as carbon steels to which one or more elements are added to obtain some positive effects. അപ്പോൾ കാർബൺ സ്റ്റീൽസിന്റെ കേസിൽ 2 എലമെന്റ് മാത്രമേ ഉണ്ടായിരുന്നു അല്ലെ, കാരണം അയണിലേക്ക് കാർബൺ മാത്രമാണ് ആഡ് ചെയ്തത്. പക്ഷേ അലോയ് സ്റ്റീൽ കേസിൽ 2-ൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടാവും. Commonly added elements include manganese, nickel, chromium, molybdenum, tungsten, vanadium, copper, boron, aluminum and silicon. ഈ പറഞ്ഞ എലമെന്റ്സ് ആണ് സാധാരണയായി ആഡ് ചെയ്യാറ്. ഓരോ എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഇൻ പ്രോപ്പർട്ടീസ് അല്ലെ, ഡിഫറെന്റ് പ്രോപ്പർട്ടി ഇംപ്രൂവ്മെന്റ്സ് കിട്ടും. നെക്സ്റ്റ് ഈസ് എഫക്ട് ഓഫ് അലോയിങ് എലമെന്റ്സ്. അലോയിങ് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിലുണ്ടാകുന്ന എഫക്ട്സ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ടാകുന്നത്, അതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കുന്നത്. ഡിഫറെന്റ് എഫക്ട്സ് ഓഫ് അലോയിങ് എലമെന്റ്സ് ആർ ഗിവൺ ഹിയർ. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്. അത് ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്. ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് അല്ലെ, നമുക്കറിയാം ഡിഫോർമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ദർ വിൽ ബി ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്സ് അല്ലെ. ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിനെ നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്കത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മെറ്റീരിയൽ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതൊക്കെ നമ്മൾ നോക്കി, സ്ട്രെങ്തനിങ് മെക്കാനിസം അല്ലെ. ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് എനിക്ക് തടയണം, എന്നാൽ മാത്രമേ എനിക്ക് ആ മെറ്റീരിയലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അലോയിങ് എലമെന്റ്സ് ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഹൗ ഇറ്റ് ഈസ് എഫക്ടിങ് എന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ ഈസ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ. തേർഡ് വൺ ഈസ് സ്ട്രെങ്തനിങ് ഓഫ് ഫെറൈറ്റ്. Then formation and stability of carbides, displacement of the eutectoid point, retardation of the transformation rates, lowering of critical cooling rate, improvement in corrosion resistance, influence on grain growth. ഇതൊക്കെയാണ് ഡിഫറെന്റ് എഫക്ട്സ് ഓഫ് അലോയിങ് എലമെന്റ്സ്. അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഈ ഫോളോയിങ് പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ എഫക്ട്സ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്. Actually, an alloying atom is by nature a point defect. Thus, it will create a stress field when placed into another crystallographic position, which could block the passage of a dislocation. Actually, alloying atom എന്ന് പറയുന്നത് അതൊരു ഇമ്പ്യൂരിറ്റി അല്ലേ, അതൊരു എക്സ്ട്രാ ഒരു ഡിഫക്റ്റ് ആണ് അല്ലെ. ഒരു ആറ്റം ഒരു പുറത്തുനിന്നുള്ള വേറെ ഏതോ ഒരു മെറ്റീരിയലിലെ ആറ്റം പുതിയൊരു എലമെന്റിലേക്ക് വന്ന് ചേരുന്നല്ലേ. അപ്പൊ ഇൻഡിവിജ്വലിന്റെ അതിന്റെ വേക്കൻസി സ്പേസിലോ വന്നത് കിടപ്പല്ലേ. സോ ഇറ്റ് ഈസ് എ ഡിഫക്ട്, ഇറ്റ് ഇസ് എ പോയിന്റ് ഡിഫക്ട് അല്ലെ. ആക്ച്വലി ഈ പോയിന്റ് ഡിഫക്ട് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇറ്റ് വിൽ ക്രിയേറ്റ് എ സ്ട്രെസ് ഫീൽഡ്. അത് അവിടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവും അല്ലെ, ഒരു എക്സ്ട്രാ ആറ്റം വന്നിട്ട് അതിന്റെ ഇടയിൽ നിൽക്കുകയാണ്. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ സ്ട്രെസ് ഫീൽഡ്. വാട്ട് ഹാപ്പൻസ് മീൻസ് ദി സ്ട്രെസ് ഫീൽഡ് ബ്ലോക്ക് ദ പാസേജ് ഓഫ് ഡിസ്ലൊക്കേഷൻ. ഓൾറെഡി ഡിസ്ലൊക്കേഷൻ ഉള്ള ഒരു മെറ്റീരിയലിന്റെ ഡിസ്ലൊക്കേഷൻ കുറക്കും ഇതുപോലത്തെ എക്സ്ട്രാ ആറ്റംസ് വരുമ്പോൾ. ഡിസ്ലൊക്കേഷൻ കുറയുമ്പോൾ എന്ത് സംഭവിച്ചു, അതിന്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം ഉണ്ടായി. കാരണം അത് ഓൾറെഡി ഉള്ളതിനേക്കാളും കൂടുതൽ അത് സ്ട്രോങ് ആയി മാറി അല്ലെ, ശരിയല്ലേ. അപ്പോ ഈ അലോയിങ് എലമെന്റ്സ് പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിനെയാണ് അത് ഒരു എഫക്ട് വരുന്ന ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിനെയാണ് ചെയ്യുന്നത്. ഓക്കെ. The size of alloying atom may be different from the size of the atom that is replaced, and thus its presence would develop lattice stresses. The alloying atom would have a different elastic modulus, which would create a different terrain for the moving dislocation. Okay. ഇതിന്റെ രണ്ടിനും ഈ സ്ട്രെസ് ഫീൽഡ് ഇത് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഇലാസ്റ്റിക് മോഡുലസ് വിൽ ബി ഡിഫറെന്റ് ഫ്രം ദ ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ദാറ്റ് ബേസ് മെറ്റൽ. ഓരോ മെറ്റീരിയലിനുള്ള ഇലാസ്റ്റിക് മോഡുലസ് ഡിഫറെന്റ് ആയിരിക്കും. വന്ന ഫോറിൻ ഈ ഇമ്പ്യൂരിറ്റി ഈ അലോയിങ് എലമെന്റ് ഇലാസ്റ്റിക് മോഡുലസ് ഡിഫറെന്റ് ആയിരിക്കും. സോ അപ്പൊ അത് ഓൾറെഡി മൂവിംഗ് ഡിസ്ലൊക്കേഷൻ അത് ബ്ലോക്ക് ചെയ്യും. സോ എ ഹയർ മോഡുലസ് വുഡ് ആക്ട് ലൈക്ക് ആൻ എനർജി ബാരിയർ ആൻഡ് എ ലോവർ വൺ ലൈക്ക് ആൻ എനർജി ട്രഫ്, both of which would stop dislocation movement. The alloying elements added to steel would also contribute toward reducing dislocation mobility and hence increasing strength and hardness. അപ്പോൾ ഇതുപോലത്തെ അലോയിങ് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് അത് ഹിൻഡർ ചെയ്യും, thereby increasing the hardness and strength of the material. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്.
Second one is the polymorphic transformation temperature. നമുക്കൊരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം നോക്കി നമുക്കറിയാം there are different transformation happening in that phase അല്ലെ. ആ ഒരു അലോയ് സിസ്റ്റത്തിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട് അല്ലെ. ലിക്വിഡിൽ നിന്ന് സോളിഡ് ആകുന്നുണ്ട്, സോളിഡിൽ നിന്ന് വേറെ സോളിഡ് ആകുന്നുണ്ട് അല്ലെ. നമുക്ക് കുറെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് ആൽഫ ഗാമയായി മാറുന്നുണ്ട്, ഗാമ ഡെൽറ്റയായി മാറുന്നുണ്ട്, ശരിയല്ലേ? അങ്ങനെ കുറെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. The polymorphic changes in pure iron are the alpha to gamma transformation occurring at a temperature A3. A3 temperature നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. എവിടെയാണ് A3 ടെമ്പറേച്ചർ? ഇവിടെയാണ് A3 ടെമ്പറേച്ചർ അല്ലെ. അതൊരു നമ്മൾ അപ്പർ ആൻഡ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ നമ്മൾ നോക്കിയതാണ്. 1394 ഡിഗ്രി സെൽഷ്യസിൽ, സോറി 912 ഡിഗ്രി സെൽഷ്യസിൽ. ആൻഡ് ഗാമ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ occurring at A4 ടെമ്പറേച്ചറിൽ 1394 ഡിഗ്രി സെൽഷ്യസിൽ. A4 നമ്മൾ നോക്കിയത് നമ്മൾ A1 A3 AC ഈ മൂന്ന് ടെമ്പറേച്ചറാണ് നമ്മൾ കഴിഞ്ഞ ഹീറ്റ് ട്രീറ്റ്മെന്റ് പഠിക്കുന്ന സമയത്ത് നോക്കിയത് അല്ലെ. അതുപോലെ A3 ടെമ്പറേച്ചർ ആണ് ഗാമ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. In steel, the different phases like delta ferrite, gamma phosphate, and alpha ferrite exist in distinct regions of the phase diagram. അത് കൂടാണ്ട് തന്നെ സിംഗിൾ ഫേസസ് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഒബ്സർവ് കാണാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ഡിഫറെന്റ് ഫേസസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ അതാണ് ഈ ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് അലോയിങ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഈ പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. സോ ബൈ ആഡിങ് അലോയിങ് എലമെന്റ്സ് ലൈക്ക് മോളിബ്ഡനം, ക്രോമിയം, ടങ്സ്റ്റൺ, സിലിക്കൺ, വെനേഡിയം ആൻഡ് ടൈറ്റാനിയം, ഇപ്പൊ പറഞ്ഞ ഇത്രയും അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? They will tend to contract the austenite region and enlarge the ferrite region. This will raise the A3 temperature and lower the A4 temperature. Contract the austenite region and enlarge the ferrite region. എവിടെയാണ് ഓസ്റ്റനേറ്റ് റീജിയൻ? ഓസ്റ്റനേറ്റ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അല്ലെ. ഈ ഒരു ഭാഗമാണ് ഓസ്റ്റനേറ്റ് റീജിയൻ അല്ലെ. അപ്പോൾ ഓസ്റ്റനേറ്റ് റീജിയൻ എന്താ ചെയ്യുന്നത്? എൻലാർജ് ചെയ്യുന്നത് അല്ലെ. എന്താണ് ഏതൊക്കെ എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ? ക്രോമിയം, ടങ്സ്റ്റൺ, മോളിബ്ഡനം അല്ലെ, സിലിക്കൺ, വെനേഡിയം ഇതുപോലത്തെ എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ അതെന്താണ്? they will contract the austenite region. ഇപ്പൊ ഞാൻ വരച്ച ഈ റീജിയൻ അത് കോൺട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, നേരെ മറിച്ച് എന്താ പിന്നെന്താ ചെയ്യുന്നുള്ളത്? ഇറ്റ് വിൽ എൻലാർജ് ദ ഫെറൈറ്റ് റീജിയൻ. കൂടാണ്ട് ഫെറൈറ്റ് റീജിയൻ ഉണ്ട് അല്ലെ, ഇവിടെ ആൽഫ ഫെറൈറ്റ് റീജിയൻ അത് എൻലാർജ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എൻലാർജ് ചെയ്യണ, അപ്പൊ എന്താ ആക്ച്വലി ചെയ്യേണ്ടത്? ഈ ഫെറൈറ്റ് റീജിയൻ എൻലാർജ് ചെയ്യണമെങ്കിൽ നമ്മളുടെ A3 ലൈൻ എന്ത് ചെയ്യണം? A3 ടെമ്പറേച്ചർ എന്താവണം? A3 ടെമ്പറേച്ചർ അതിനേക്കാളും കൂടണം അല്ലെ. വേറെ ലൈനായിട്ട് ഇങ്ങോട്ട് പോകണം. A4 ടെമ്പറേച്ചർ കുറയണം അല്ലെ. അപ്പൊ A4 ടെമ്പറേച്ചർ കുറയുമ്പോഴും A3 ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമ്മളെ ഈ ഓസ്റ്റനേറ്റ് ഫേസിന്റെ അത്രയും ഭാഗം ചുരുങ്ങുന്നത് അല്ലെ, അത്രയും ഏരിയ കുറയുന്നത്. സോ ഇപ്പൊ പറഞ്ഞ ഇത്രയും അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ലൈക്ക് മോളിബ്ഡനം, ക്രോമിയം, ടങ്സ്റ്റൺ ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ കോൺട്രാക്ട് ദ ഓസ്റ്റനേറ്റ് റീജിയൻ ആൻഡ് എൻലാർജ് ദ ഫെറൈറ്റ് റീജിയൻ. അപ്പൊ എന്ത് സംഭവിക്കും? ദിസ് വിൽ റേസ് ദ A3 ടെമ്പറേച്ചർ. അത് A3 ടെമ്പറേച്ചർ റേസ് ചെയ്യും അല്ലെ. It will raise the A3 temperature and lower the A4 temperature. So അതാണ് ഈ അലോയിങ് എലമെന്റ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റ് അവിടെ. നേരെ മറിച്ച് some other alloying elements like nickel, manganese, copper and cobalt has the opposite effect. എന്താണ്? Their presence will lower the A3 temperature and raises the A4 temperature, thereby enlarging the austenate region. അപ്പൊ കുറച്ചധികം വേറെ കുറച്ച് എലമെന്റ്സ്, അതായത് നിക്കൽ, മാംഗനീസ്, കോപ്പർ ആൻഡ് കോബാൾട്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? A3 ടെമ്പറേച്ചർ കുറയും അല്ലെ. അത് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ A3 ടെമ്പറേച്ചർ കുറയും, അതുപോലെ തന്നെ A4 ടെമ്പറേച്ചർ കൂടും. എന്ന് വെച്ചാൽ ഈ ഓസ്റ്റനേറ്റ് റീജിയന്റെ ആ ഭാഗം എൻലാർജ് ചെയ്യും. Okay, so their presence will lower the A3 temperature, raises the A4 temperature, thereby enlarging the austenate region. അപ്പോൾ അതാണ് ഈ എലമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന എഫക്ട്സ്. ഏതിൽ? പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചറിൽ ഉണ്ടാക്കുന്ന എഫക്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നോക്കുന്നത്. ഇനിയും കുറച്ച് ഇതിൽ തന്നെ എഫക്ട്സ് വരുന്നുണ്ട്. എഫക്ട്സ് ഓഫ് അലോയിങ് എലമെന്റ്സ് 7 ഉണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, നേരത്തെ അറ്റൻഡൻസ് നേരത്തെ മുക്താസിം ഉണ്ടാ?